അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന സൂറ പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതീർണമായ വാക്യങ്ങളടക്കമടങ്ങുന്ന സൂറത്തുൽ അലഖാണ്. ഈ അദ്ധ്യായത്തിൽ 19 സൂക്തങ്ങളാണ് അടങ്ങുന്നത്. ഇതിലെ ആദ്യത്തെ 5 സൂക്തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പ്രഥമ ദിവ്യ സന്ദേശം. സൂറയുടെ ബാക്കി ഭാഗങ്ങൾ അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൽ നമസ്കാരം ആരംഭിക്കുകയും അബൂജഹൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്. അതിനാൽ തന്നെ ഈ അദ്ധ്യായം മക്കി സൂറകളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദിവ്യബോധനം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രസ്തുത റിപ്പോർട്ട് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. സ്വഹീൽ ബുഖാരിയിൽ വന്ന നിവേദനത്തിലൂടെ നമുക്ക് കണ്ണോടിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയുടെ തുടക്കമുണ്ടായത് ഉറക്കത്തിലെ നല്ല സ്വപ്നങ്ങളിലൂടെയാണ്. അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങളൊക്കെ പ്രഭാതോദയം പോലെ സത്യമായി പുലരുമായിരുന്നു. അദ്ദേഹത്തിന് ഏകാന്തത ഇഷ്ടമായി തുടങ്ങി. ഇറാഖുവിൽ അദ്ദേഹം തനിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ കുടുംബത്തിലേക്ക് വരാതെ ഏതാനും രാത്രികൾ അദ്ദേഹം ആരാധനയിൽ മുഴുകിക്കഴിയും. അതിനുള്ള ആഹാരവുമായാണ് അദ്ദേഹം പോവുക. തീരുമ്പോൾ തൻ്റെ പത്നി ഖദീജയുടെ അടുക്കൽ വന്ന് പാഥേയമൊരുക്കി തിരിച്ചു പോകും. ഇറാഖുവയിലിരിക്കെ സത്യം അഥവാ വഹി വന്നെത്തുന്നത് വരെ ഇത് തുടർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു വായിക്കുക എന്നാവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് മറുപടി നൽകി. നബി പറയുന്നു, അങ്ങനെ മലക്ക് എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു. അഥവാ എനിക്ക് വായിക്കാം, ആ നബി കാരി എന്നാണ് നബി പറഞ്ഞത്, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന്. അങ്ങനെ മലക്ക് എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു, ഞാൻ പ്രയാസപ്പെടുവോളം. പിന്നീട് പിടിവിട്ട് വായിക്കുക എന്ന് വീണ്ടും പറഞ്ഞു, ഇഖ്റ എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, മാ നബി കാരി. അപ്പോൾ രണ്ടാമതും എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു, ഞാൻ ഏറെ പ്രയാസപ്പെടുവോളം. പിന്നീട് പിടിവിട്ട് എന്നോട് പറഞ്ഞു, വായിക്കുക, ഇഖ്റ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാ നബി കാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. അതോടെ മൂന്നാമതും എന്നെ ശക്തിയായി ആശ്ലേഷിച്ചു. പിന്നെ പിടിവിട്ടുകൊണ്ട് പറഞ്ഞു, സൃഷ്ടാവായ നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, വായിക്കുക, നിന്റെ നാഥൻ അത്യുദ്ധാരനാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. അങ്ങനെ പിടക്കുന്ന ഹൃദയത്തോടെ ഈ സൂക്തങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി. പത്നി ഖദീജ ബിൻത്ത് ഖുവൈലിദിൻ്റെ അടുക്കൽ ചെന്ന് നബി പറഞ്ഞു, എന്നെ പുതുപ്പിക്കൂ, എന്നെ പുതുപ്പിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവരദ്ദേഹത്തെ പുതുപ്പിച്ച് പേടിയൊക്കെ മാറും വരെ. അപ്പോൾ അദ്ദേഹം സംഭവിച്ചതെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹയെ അറിയിച്ചു. തുടർന്ന് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ബാധിച്ചോ എന്ന് ഞാൻ പേടിച്ചു പോയി. ഖദീജ പറഞ്ഞു, ഇല്ല, അള്ളാഹു ആണ്, അവനൊരിക്കലും അങ്ങേ അപമാനിക്കുകയില്ല. അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവനാണ്, നിരാലംബരുടെ ഭാരം ചുമക്കുന്നവനാണ്, അഗതികൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നവനാണ്, അതിഥികളെ സൽക്കരിക്കുന്നവനാണ്, ദുരിതബാധിതരെ സഹായിക്കുന്നവനുമാണ്. അതിനാൽ അങ്ങയെ ഒരിക്കലും അള്ളാഹു അപമാനിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നീട് അവർ നബിയെയും കൂട്ടി തൻ്റെ പിതൃവ്യപുത്രൻ വറക്കത്ത് ബിൻ നൗഫലിനെ സമീപിച്ചു. വറക്ക ജാഹിലിയ കാലത്ത് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന് ഹിബ്രു എഴുത്ത് അറിയാമായിരുന്നു. ഹിബ്രു ഭാഷയിൽ ധാരാളമായി ബൈബിൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അന്ധനായ പടുവൃദ്ധനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ഖദീജ പറഞ്ഞു, പിതൃപുത്ര, താങ്കളുടെ സഹോദരപുത്രന് പറയാനുള്ളത് കേൾക്കുക. വറക്ക ചോദിച്ചു, നീ കണ്ടതെന്താണ്? കണ്ട വിശേഷങ്ങളെല്ലാം നബി പറഞ്ഞു. വറക്ക പ്രതിവചിച്ചു, മൂസായുടെ അടുക്കലേക്ക് അള്ളാഹു അയച്ച രഹസ്യ സൂക്ഷിപ്പുകാരൻ അഥവാ ജിബ്രീൽ ആണത്. മൂസായുടെ അടുക്കലേക്ക് അള്ളാഹു അയച്ച രഹസ്യ സൂക്ഷിപ്പുകാരനായ ജിബ്രീലാണത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു.
താങ്കൾ പ്രവാചകനാകുമ്പോൾ ഞാൻ യുവാവായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. താങ്കളുടെ സമൂഹം താങ്കളെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വറക്ക പറഞ്ഞു. ഉടനെ നബി ചോദിച്ചു, അവരെന്നെ പുറത്താക്കുമെന്നോ? വറക്ക, അതെ, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ളത് കൊണ്ടുവന്നവരൊക്കെ എതിർക്കപ്പെട്ടിട്ടുണ്ട്. ആ നാളുകളിൽ ഞാനുണ്ടെങ്കിൽ സുശക്തമായ പിൻബലം നൽകി സഹായിക്കും. ഏറെ കഴിയും മുമ്പ് വറക്ക മരണമടഞ്ഞു. കുറച്ചു കാലത്തേക്ക് വഹി നിലച്ചു. ഇത് ഇമാം ബുഖാരി തൻ്റെ ഗ്രന്ഥത്തിൽ സ്വഹീൽ ബുഖാരിയിൽ 3-ാം നമ്പറായി ഈ സംഭവം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും വഹിയുടെ 1-ാം ഘട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ റിപ്പോർട്ടിലൂടെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ഈ അധ്യായം വേദഗ്രന്ഥം ഓതുവാൻ ആജ്ഞാപിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ ഓത്ത് സൃഷ്ടാവിനെ കണ്ടെത്തുന്നതിനായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. നിസ്സാരമായ ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിലേക്ക് വിരൽ ചൂണ്ടുകയും വായനയിലൂടെയും ആലേഖന വിദ്യയിലൂടെയും ജ്ഞാനാർജനത്തിനുള്ള സിദ്ധി നൽകുകയും ചെയ്തതിന് പരാമർശിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അള്ളാഹുവിന് മുമ്പിൽ നിസ്വാർത്ഥനായി സുജൂദിൽ വീഴുന്ന അടിയാനു നേരെ അഹന്തയാൽ കയ്യേറ്റം നടത്തുന്ന ധിക്കാരിയുടെ പ്രവർത്തനത്തെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ധിക്കാരിക്കും വഴങ്ങരുതെന്നും സൃഷ്ടാവിന് പ്രണാമം അർപ്പിച്ച് സാമീപ്യം നേടാൻ ശ്രദ്ധിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സൂറ സമാപിക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഈ സൂറയിലെ പദങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ അതിൽ ആദ്യത്തെ 5 വാക്യങ്ങളാണ് നാം ഈ 1-ാം ഘട്ടത്തിൽ ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നാം വിവരിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഇഖ്റ എന്നുള്ളതിൻ്റെ അർത്ഥം നീ വായിക്കുക എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ബിസ്മി റബ്ബിക നിന്റെ നാഥൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, ഖലഖ വീണ്ടും ഖലഖ എന്നടുത്ത വാക്യത്തിൽ പറയുന്നു. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖ അവൻ സൃഷ്ടിച്ചു, അൽ ഇൻസാന മനുഷ്യനെ, മിൻ അലഖ് ഭ്രൂണത്തിൽ നിന്ന്. ഇഖ്റ നീ വായിക്കുക. ഇഖ്റ വറബ്ബുക്കൽ അക്രം, വറബ്ബുക്ക നിന്റെ നാഥൻ, അൽ അക്രം അത്യുദാരൻ. അല്ലദീ അല്ലമ ബിൽ കലം, അല്ലദീ അല്ലമ പഠിപ്പിച്ചവനാണ്, ബിൽ കലം പേന കൊണ്ട്. അല്ലമൽ ഇൻസാന മാലം യാലം, അല്ലമൽ ഇൻസാന മനുഷ്യനെ അവൻ പഠിപ്പിച്ചിരിക്കുന്നു, മാലം യാലം അവന് അറിഞ്ഞുകൂടാത്തത്, അവൻ അറിയാത്തത്. ഇവിടെ ഇഖ്റ എന്ന പദം കൽപ്പനാരൂപമാണ്. ഈ പദത്തിൻ്റെ ഭൂതകാല രൂപം ഖറഅ എന്നും ക്രിയാധാതു ഖുർആൻ, ഖിറാഅത്ത് എന്നിവയുമാണ്. ഖിറാഅത്ത് എന്ന പദത്തെ സംബന്ധിച്ച് ഇമാം റാഗിബ് നൽകുന്ന വിശകലനവും ശ്രദ്ധേയമാണ്. അതിവിടെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സഹായകമാകും. അൽ മുഫ്രദാത്തിൽ ഇമാം റാഗിബ് പറയുകയാണ്, വൽ ഖിറാഅത്തു ലമ്മുൽ ഹർഫി വൽ കലിമാത്തി ബാദിഹാ ഇലാ ബാദിൻ ഫി തർത്തീൽ. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെയും വാക്കുകളെയും ഒന്നിനെ മറ്റൊന്നുമായി ഭംഗിയായി ഉച്ചരിക്കും വിധം കൂട്ടിച്ചേർക്കലാണ്. ലമ്മാണ്, ലമ്മുൽ ഹുറൂഫ് അക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കൽ, വൽ കലിമാത്ത് പദങ്ങളെ, ബാദിഹാ ഇലാ ബാദ് ഒന്നിനെ മറ്റൊന്നുമായി. 2 അക്ഷരങ്ങൾ 3 അക്ഷരങ്ങൾ കൂട്ടി വാക്കുകൾ ഉണ്ടാകുന്നു, വാക്കുകൾ കൂട്ടി വാചകങ്ങൾ ഉണ്ടാകുന്നു. അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഉച്ചരിക്കും വിധം കൂട്ടിച്ചേർക്കുന്നതിനാണ് ഖിറാഅത്ത് എന്ന് പറയുക എന്ന് ഇമാം റാഗിബ് അദ്ദേഹത്തിൻ്റെ അൽ മുഫ്രദാത്ത് 400-ാം പേജിൽ ഈ പദത്തെ വിശകലനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സൂറയിൽ ഈ ഭാഗത്ത് മറ്റൊരു പദം കൂടി കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ പദം ഇതാണ്, അലക്ക് എന്ന പദം. അലക്ക് എന്ന പദത്തിന് നാം ഭ്രൂണം എന്ന ഒരർത്ഥമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പദം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത്, രക്തക്കട്ട എന്നീ അർത്ഥങ്ങൾ വിവക്ഷിക്കപ്പെടുന്ന ഒരു പദമാണ്. ഈ 2 അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഈ വാക്യത്തിൻ്റെ വിശകലനത്തിൽ സാധൂകരണം ഉള്ളതുമാണ്. അബൂബക്കർ ബിൻ അബ്ദുൽ ഖാദിർ അറാസി തൻ്റെ നിഘണ്ടുവിൽ അലക്ക് എന്ന പദവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അൽ അലഖ് അദ്ദമുൽ ഖലീൽ, അലക്ക് എന്നാൽ രക്തക്കട്ട എന്ന് അർത്ഥം. വൽ ഖിത്അത്തു മിൻഹു അലഖ, അതിൽ നിന്നുള്ള മറ്റൊരു പ്രയോഗമാണ് അലക്കത്ത് എന്നുള്ളത്. വൽ അലക്കത്തു ഐലൻ ദൂദത്തുൻ ഫിൽ മാഇ തമുസ്സുദ്ദം. അൽ അലക്കത്ത് എന്നതിന് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് രക്തം വലിച്ചു കുടിക്കുന്ന ജലജീവിയായ അട്ട എന്നും അർത്ഥമുണ്ട്. വൽ ജമ്മു അലക്കുൻ, അതിൻ്റെ ബഹുവചനമാണ് അലക്ക് എന്നത്. ഇത്
മുഖ്താറു സിഹാഹ് എന്ന നിഘണ്ടുവിൽ ഇമാം അബൂബക്കർ ബിൻ അബ്ദുൽ ഖാദിർ അർ റാസി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ 396 പേജിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഈ പദത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള വിശകലനങ്ങൾ വ്യക്തമാണ്. ഈ പദത്തെ ആധുനിക വൈജ്ഞാനിക ധാരകളുമായി ബന്ധപ്പെടുത്താൻ സഹായകമാകുന്ന തരത്തിലുള്ള എല്ലാ സൂചകങ്ങളും ഈ പദത്തിൻ്റെ അർത്ഥവിശകലനത്തിൽ മുഖ്താറു സിഹാഹിൽ ഇമാം അബൂബക്കർ ബിൻ അബ്ദുൽ ഖാദിർ റാസി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിൻ്റെ ഈ 5 വാക്യങ്ങളുടെ അർത്ഥം നമ്മളെടുത്താൽ, ഒന്നിച്ചുള്ള അതിൻ്റെ അർത്ഥം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നീ വായിക്കുക സൃഷ്ടാവായ നിന്റെ നാഥൻ്റെ നാമത്തിൽ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുക്കൽ അക്രം, നീ വായിക്കുക നിന്റെ നാഥൻ അത്യുദ്ധാരൻ തന്നെ. അല്ലദീ അല്ലമ ബിൽ കലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണവൻ. അല്ലമൽ ഇൻസാന മാലം യാലം, മനുഷ്യൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ നേർക്കുനേരെയുള്ള സാരം ഇതാണ്. ഈ ആയത്തുകളുടെ ഈ ഭാഗത്തിൻ്റെ ആശയപ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടന്നാൽ നമുക്കതിനെ ഇങ്ങനെ ആവിഷ്കരിക്കാവുന്നതാണ്. അധികാരത്തിൻ്റെ ആലസ്യത്തിൽ മയങ്ങുന്ന പേർഷ്യൻ സാമ്രാജ്യം ഒരു ഭാഗത്ത്, ഭൗതിക പ്രമത്തതയുടെ മത്തുപിടിച്ച റോമൻ സാമ്രാജ്യം മറുഭാഗത്ത്, നാഗരിക പുരോഗതിയിൽ 0 ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ മരുഭൂമി അതിൻ്റെ ഇടക്ക്, കലാലയങ്ങളോ ഗ്രന്ഥാലയങ്ങളോ പരിഷ്കരണ സംരംഭങ്ങളോ ഇല്ലാതെ വരണ്ടുണങ്ങിക്കിടക്കുന്ന മരുഭൂമിയുടെ മധ്യത്തിൽ അന്ധകാര പൂജിതമായ ഒരു രാത്രിയിൽ ഇറാ ഗുഹയിൽ ദിവ്യ വെളിച്ചത്തിൻ്റെ അരുണോദയമുണ്ടായി. ദിവ്യസൂക്തങ്ങൾ പാരായണം ചെയ്യാനുള്ള ആഹ്വാനത്തോടെ ആ വെളിച്ചത്തിൻ്റെ പ്രസരണം ആരംഭിച്ചു. ദിവ്യസൂക്തങ്ങൾ അടങ്ങുന്ന ദിവ്യവേദത്തിലെ ശബ്ദവീജികൾ പ്രകൃതിയിലെ അത്ഭുത പ്രതിഭാസങ്ങളിലേക്ക് പരന്നൊഴുകുന്നവയാണ്. വചനം ദിവ്യദൃഷ്ടാന്തങ്ങളാകുന്ന പ്രപഞ്ച വിസ്തൃതിയിൽ വിശാലമായി കിടക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നവയാണ്. അങ്ങനെ വേദപാരായണത്തിലൂടെ പ്രപഞ്ചത്തിലെ അക്ഷരങ്ങളെയും പദാവലികളെയും സമ്മേളിപ്പിച്ച് പ്രപഞ്ച വായന കൂടി ഉണ്ടായിത്തീരുന്നു. മനുഷ്യ, നീ തന്നെ നിന്നെ സൃഷ്ടിച്ചതല്ല. നിന്നെ സൃഷ്ടിച്ച നിന്റെ പരിപാലകനായ നാഥനെ നിനക്ക് വായനയിലൂടെ, പാരായണത്തിലൂടെ, ഓത്തിലൂടെ കണ്ടെത്താനാകും. നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷകന്റെ നാമത്തിലാണോ നിന്റെ അറിവും അന്വേഷണവും പഠനവും പാരായണവും ഒക്കെ നടക്കേണ്ടത്. ഗർഭാശയഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചു വളരുന്ന, കണ്ടാൽ ഒരു രക്തക്കട്ടയെപ്പോലെ തോന്നുന്ന അതിനിസ്സാരമായ അവസ്ഥയിൽ നിന്ന് നിന്നെ പടച്ചവനാണ് നിന്റെ രക്ഷിതാവ്. നിനക്ക് അനുഗ്രഹങ്ങളുടെ പേമാരി വർഷിപ്പിച്ചു തന്നവനാണവൻ. ആലേഖന വിദ്യയിലൂടെ അറിവിൻ്റെ അക്ഷയ ലോകത്തേക്ക് നിന്നെ നയിച്ചവനാണവൻ. ആലേഖനത്തിൻ്റെ തൂവൽ സ്പർശം തൊട്ട് കീബോർഡുകളുടെ വിരൽ സ്പർശം വരെ നീണ്ടുപരന്ന് കിടക്കുന്ന തൂലികാവിസ്മയങ്ങൾ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു മനുഷ്യന് മാത്രം കനിഞ്ഞരുളിയ ഈ സവിശേഷതകൾ ഭൂമിയിൽ ജീവസന്ധാരണം നടത്തുന്ന മറ്റു ജീവജാലങ്ങൾക്കൊന്നും നൽകാത്തവയാണ്. അക്ഷരക്കൂട്ടങ്ങൾ ലിഖിതമാക്കി സൂക്ഷിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെയും റെക്കോർഡിംഗ് സംവിധാനങ്ങളായ CD-കളിലൂടെയും ഹാർഡ് ഡിസ്കുകളിലൂടെയും തലമുറകളിലേക്ക് അറിവ് പകരുന്നു. മുൻ തലമുറ ശേഖരിച്ച അറിവുകളുടെ സാഗരം നിരന്തരം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യനും അജ്ഞാതമായ അറിവിൻ്റെ മേഖലയിലേക്ക് പേന കൈപിടിച്ചു കൊണ്ടുപോകുന്നു. അറിവാണ് ഏറ്റവും വലിയ ആയുധം. എഴുത്തും വായനയും അറിവിൻ്റെ വാതായനങ്ങളാണ്. അറിവ് സാക്ഷാൽ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ അവൻ്റെ ഗുണനാമങ്ങളിലൂടെ അറിയുന്നതിലേക്ക് നയിക്കണം. അവസാന നാളിൻ്റെ ഉടയവനായ അള്ളാഹു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ചു തന്ന അവസാന വേദഗ്രന്ഥമായ ഖുർആനിൻ്റെ താളുകളിലൂടെ വായനയുടെ ചക്രവാളം വികസിപ്പിക്കുക. അള്ളാഹുവിൻ്റെ വചനമായ ഖുർആനിൻ്റെ വായനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവർത്തനമായ, അള്ളാഹുവിൻ്റെ അഫ്ആലായ പ്രപഞ്ചത്തിൻ്റെ വായനയിലേക്ക് സഞ്ചരിക്കുക. അത് മുഖേന അറിവിൻ്റെ അക്ഷയ നിധികൾ സ്വാംശീകരിച്ച് അള്ളാഹുവിൻ്റെ വിനീത ദാസനായി മാറുക. നിരക്ഷര സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായ സമൂഹത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് നിരക്ഷര സമൂഹമെന്നാണ്. ഖുർആൻ ഇപ്രകാരം ആ കാര്യം വിവരിക്കുന്നു. ഇത് ഈ സൂറത്തിൻ്റെ വിശദീകരണത്തിന് സഹായകമാകുന്ന സൂറ ജുമഅയിലുള്ള 2-ാമത്തെ വാക്യമാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ
തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. വൈൻകാനുമിൻ കബിൽ ലഫീ ദലാലിൻ മുബീൻ, തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ഇപ്രകാരം അറബ്യൻ നാഗരിക സമൂഹത്തിൻ്റെ അനാഗരികതയെപ്പറ്റിയും നിരക്ഷരതയെപ്പറ്റിയുമെല്ലാം ഈ വാക്യം വ്യക്തമാക്കുന്നു. അതോടൊപ്പം അവിടെയാണ് ഈ പ്രകാശത്തിൻ്റെ ധ്വനികൾ ഉയർത്തപ്പെട്ടത് എന്ന കാര്യം വ്യക്തമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചു കൂടി പരിശുദ്ധ ഖുർആൻ സൂറ അങ്കബൂത്ത് 48-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പ്രവാചകന്റെ സമൂഹത്തെ ജുമയിലെ വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ അങ്കബൂത്തിലെ വാക്യം നബി തിരുമേനിയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൻ ലർതാബൽ മുബ്തിലൂൻ. അഥവാ മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്, ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലതു കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല. ഇദൻ ലർതാബൽ മുബ്തിലൂൻ, അങ്ങനെയാണെങ്കിൽ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു നീ പഠിച്ച് ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒന്നാണ് ഇത് എന്നവർക്ക് വാദിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ സാധ്യമല്ല. നിനക്ക് നേരത്തെ വായിക്കാൻ അറിയില്ലായിരുന്നു, നിനക്ക് നേരത്തെ എഴുതാൻ അറിയില്ലായിരുന്നു. അങ്ങനെ നിരക്ഷരരായ സമൂഹത്തിൽ നിരക്ഷരനായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നീ ജീവിച്ചിരുന്നത് എന്ന കാര്യം ഈ വാക്യം വ്യക്തമാക്കുന്നു. അതേപോലെ ഖുർആൻ പേനയെപ്പറ്റി മറ്റൊരിടത്ത് വ്യക്തമാക്കി തരുന്നു. ഈ ഭാഗത്ത് ഖുർആൻ പേനയെപ്പറ്റി പറയുന്നുണ്ടല്ലോ, അല്ലമ ബിൽ കലം എന്നുള്ളത്. ഈ സൂറ കലമിൽ പറയുകയാണ്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ പേനയും അവൻ എഴുതുന്നതും തന്നെയാണ് സത്യം. വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറയുന്നു. അത് പേനയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു ഹദീസും നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്തിട്ടുള്ള ആ ഹദീസിൽ ഇങ്ങനെ കാണാം. ഖാല ഉബാത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു. ഫഖാല ലഹു ഉക്തുബ്, തീർച്ചയായും അദ്ദേഹം പറയാണ് ആദ്യം, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം, തീർച്ചയായും അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. എന്നിട്ട് ഫഖാല ലഹു ഉക്തുബ്, എന്നിട്ട് അള്ളാഹു ആജ്ഞാപിച്ചു നീ എഴുതൂ എന്ന്. ഖാല റബ്ബി വമാദാ തക്തുബ്, അത് പറഞ്ഞു നാദാ ഞാൻ എന്താണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചു. ഖാല, അള്ളാഹു പറഞ്ഞു, ഉക്തുബ് മഖാദിറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ സ്സാഅ. അത് പറഞ്ഞു എന്താണ് രേഖപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും നിർണയം നീ രേഖപ്പെടുത്തുക. ഉക്തുബ് മഖാദിറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ സ്സാഅ, അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും മാസ്റ്റർ പീസായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താനാണ് അള്ളാഹു പറഞ്ഞത്. അബൂ ദാവൂദ് 4702 നമ്പറായിട്ട് ഈ ഹദീസിൽ പേനയുടെ പ്രാധാന്യത്തെയും പേനയുടെ പ്രസക്തിയെയും സംബന്ധിച്ചും അത് ഇസ്ലാമിക ചരിത്രത്തിലും പാരമ്പര്യത്തിലും അത് പുലർത്തിയിട്ടുള്ള അതിൻ്റെ പ്രത്യേകതയെപ്പറ്റിയും പേന ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനത്തിലേക്ക് അതിന് പ്രേരണ നൽകുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് ഈ ഖുർആൻ വാക്യത്തിലും ഈ ഹദീസിലും എല്ലാം അടങ്ങുന്നത്. അപ്പോൾ അതുപോലെ അതോടൊപ്പം തന്നെ പടച്ചവൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാം റെക്കോർഡാക്കി എല്ലാറ്റിൻ്റെയും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യവും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ സൂറയുടെ ഈ ഭാഗത്തുള്ള ഈ വാക്യങ്ങൾ എക്കാലത്തും മനുഷ്യന് അക്ഷരജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ആനയിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഈ വാക്യത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് പഠനത്തിലും മനനത്തിലും തയ്യാറായി പരിശുദ്ധ ഖുർആൻ വായിക്കുകയും അതിലൂടെ പ്രപഞ്ചത്തെ വായിക്കുകയും പ്രപഞ്ചത്തെ മനസ്സിലാക്കുകയും പ്രപഞ്ചത്തിലുള്ള അത്ഭുതഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് സൃഷ്ടാവിനെ കണ്ടെത്താൻ ഈ സൂറ നമുക്ക് പ്രേരണയായി തീരേണ്ടതുണ്ട്. അപ്രകാരം ഈ സൂറയുടെ ഈ ഭാഗം അത്തരത്തിലുള്ള പ്രേരണകൾ നമ്മുടെ മനോമുഖരത്തിൽ അങ്കുരിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സൂറയുടെ വിശകലനം, ഈ ഭാഗത്തിൻ്റെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാം.